ഹായ് ഹലോ, എല്ലാവർക്കും സൺഷൈൻ ടേൽസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ ഒരു കുഞ്ഞു കഥയായിട്ടാണ്. എനിക്ക് കഥ വായിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു കുഞ്ഞു കഥ കണ്ടു. വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഥ എന്തുട്ടാന്ന് വെച്ചാൽ, ഒരു നദിക്കരയിൽ ഒരമ്മയും രണ്ട് മൺകുടങ്ങളും താമസിച്ചിരുന്നു കേട്ടോ. ഈ അമ്മ എപ്പോഴും വെള്ളം എടുക്കാൻ പോകുന്നത് നദിയിലായിരുന്നു. വീട്ടിലെ ആവശ്യത്തിനൊക്കെ നദിയിൽ നിന്ന് തന്നെ വെള്ളം എടുത്തുകൊണ്ടിരുന്നിരുന്നത്. എങ്ങനെയാ എടുത്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു വടിയുടെ രണ്ടറ്റത്തും ഈ മൺകുടങ്ങൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഷോൾഡറിൽ വെച്ചിട്ടാണ് എടുത്തുകൊണ്ട് വന്നിരുന്നത്. അപ്പോ ഇതില് ഒരു മൺകുടത്തിനും ഒരു വിള്ളലുണ്ടായിരുന്നു. അപ്പോ എന്തായാലും ലീക്ക് ആവൂലോ. അത് അമ്മയ്ക്കറിയാം, ഇവനും അറിയാം. അപ്പൊ ഇതിങ്ങനെ കുറെ നാളായപ്പം ഇവന് തന്നെ ഭയങ്കര സങ്കടം. കാരണം എനിക്ക് വിള്ളലുണ്ട്, ഞാൻ പെർഫെക്റ്റ് അല്ല, എനിക്ക് ഇത്ര വലിയൊരു ഇംപെർഫെക്ഷൻ ഉണ്ട്, എന്നെ എന്തിനാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പർപ്പസ് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഭയങ്കര സങ്കടം. അതായത് എപ്പോഴും വെള്ളം എടുത്തുകൊണ്ട് വരുമ്പം നമ്മുടെ മറ്റേ കുടത്തിൽ നിന്ന് ഒരു തുള്ളി പോലും തുളുമ്പി താഴെ പോവാണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്ന് വീട്ടിലിരിക്കും വെള്ളമൊക്കെ നിറഞ്ഞിട്ട്. നമ്മുടെ ഈ വിള്ളലുള്ള കുടം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പകുതിയായിട്ടുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ കുറെ നാളായപ്പം ഇവന് തന്നെ ഒരു വിഷമം. അപ്പൊ ഇവന് അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ അമ്മ എന്ത് പർപ്പസിനാണോ എന്നെ കൊണ്ടുവന്നത് അത് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, സങ്കടം ഉണ്ട് പുള്ളിക്ക് നല്ലോണം. എന്നാലും അവൻ പറഞ്ഞു, അമ്മ പുതിയൊരു കുടത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നിന്നെ നാളെ ഞാനൊരു കാഴ്ച കാണിച്ചരാന്ന് പറഞ്ഞു, നമ്മൾ വെള്ളം എടുക്കാൻ പോകുമ്പോ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ രാവിലെ രണ്ടുപേരും കൊണ്ട് അമ്മ നദിയിലേക്ക് പോയി വെള്ളം എടുത്തിട്ട് തിരിച്ചു വരുമ്പോ അമ്മ പറഞ്ഞു, നീ ആ സൈഡിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഇവനിങ്ങനെ നോക്കിയപ്പം ആ സൈഡ് ഫുള്ള് ഇങ്ങനെ പൂക്കൾ നിറഞ്ഞു നിൽക്കുക കേട്ടോ. അപ്പൊ ഇവനൊന്നും മനസ്സിലായില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഈ പൂക്കളൊക്കെ ഈ ചെടികളൊക്കെ നീ കാരണം വലുതായതാന്ന് പറഞ്ഞു. അപ്പോഴും ഇവനൊന്നും മനസ്സിലായില്ല. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് വെള്ളലുണ്ടെന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യം തന്നെയാ. അപ്പൊ നമ്മള് ദിവസം 2 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം പോയിട്ട് വരുമ്പോ നിന്റെ സൈഡില്, അതായത് നീ ഇങ്ങനെ ലീക്ക് ആയി ഇങ്ങനെ വരില്ലേ, നദി മുതൽ വീട് വരെ നടക്കുന്ന ആ ഒരു വഴിയില് അമ്മ എന്ത് ചെയ്തു എന്ന് വെച്ചാ, ആ സൈഡില് ഫുള്ള് പൂക്കളുടെ വിത്തില്ലേ, പൂച്ചെടിയുടെ വിത്തങ്ങട് വെതറി. അപ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈവൻ ഇങ്ങനെ വിള്ളലുള്ളത് കൊണ്ട് നനയൂലോ തന്നെ, നമ്മളായിട്ട് സ്പെഷ്യലായിട്ട് നനയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ അമ്മ പറഞ്ഞു, ഈ പൂക്കളാണ് ഞാന് വീട്ടില് അലങ്കരിക്കാൻ എടുക്കുന്നതും പൂജാമുറിയിൽ വെക്കാൻ എടുക്കുന്നതും. അപ്പൊ നമ്മുടെ കുടത്തിനുണ്ടായ ഒരു സന്തോഷം, കാരണം എനിക്ക് ഇത്രയും ഇംപെർഫെക്ഷൻസ് ഉണ്ടായിട്ടും എനിക്കൊരു പർപ്പസ് ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായല്ലോ, എനിക്കൊരു സെൽഫ് വർത്ത് ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ എന്ന് കുടത്തിനപ്പോഴാണ് മനസ്സിലായത്. അമ്മയുടെ സഹായം വേണ്ടി വന്നു എങ്കിലും അവൻ അത് മനസ്സിലായി. ഇതുപോലെയൊക്കെ തന്നെയാ നമ്മളെയും ഇംപെർഫെക്ഷൻസോട് കൂടി തന്നെ ദൈവം ഇങ്ങോട്ട് വിട്ടേക്കണേ. ഒരു മനുഷ്യനെ പോലും അങ്ങേര് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ഏറ്റവും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് വർത്ത് തിരിച്ചറിയുക. ഇംപെർഫെക്ഷൻസ് എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു മൂല്യമുണ്ട്. അത് ആരൊക്കെ വിചാരിച്ചാലും പോവില്ല. ഇംപെർഫെക്ഷൻസ് ഉണ്ടായിക്കോട്ടെ, അത് ആക്സെപ്റ്റ് ചെയ്യുക. അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് സെൽഫ് വർത്ത് ഉണ്ടെന്നുള്ളതും കൂടെ ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ജീവിതം നല്ല സുഖമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഓരോരുത്തർ കുറ്റം പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവർ പിന്നീന്ന് നമ്മളെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും വകവെക്കാൻ നിൽക്കരുത്. അവള് കൊള്ളില്ല, ഇവള് കൊള്ളില്ല, അവൾക്ക് ആ കഴിവില്ല, അല്ലെങ്കിൽ അവൻ പൊട്ടയാണ് എന്നൊക്കെ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ വാല്യൂ എന്താന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി ഈ കുറ്റം പറയുന്നവരൊന്നും കാണണ്ട, ഇതിങ്ങനെ അങ്ങ് എടുക്കുക. അവർ പറയുന്നത് എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, നമ്മുടെ ഇംപെർഫെക്ഷൻസ് മാറ്റി നിർത്തുക, അല്ല അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ കൂടുതൽ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക, പക്ഷെ സെൽഫ് വർത്ത് കൂട്ടത്തിൽ കൊണ്ടു നടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജീവിതം നല്ല സ്മൂത്ത് ആയിരിക്കും കേട്ടോ. കാര്യമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അടുത്തൊരു കുഞ്ഞു സ്റ്റോറി ആയിട്ട് പിന്നെയും കാണാം. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.